അൽഹംദുലില്ലാ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അറിവ് പഠിക്കുന്നതിന് മുന്നേ അദബ് ഉണ്ടായിരിക്കണം. അദബിന്റെ ഭാഗമാണ് എന്ത്? ഇൽമിനെ ബഹുമാനിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇൽമിനെ ബഹുമാനിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഇൽമിനോടുള്ള നമ്മളുടെ ബഹുമാനത്തെ ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് തെളിവായിട്ടുള്ള 20 വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു ഖുലാസത്തു താലീമുൽ ഇൽം എന്ന് പറഞ്ഞ ഈ ചെറിയൊരു ഖുലാസ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സമ്മറൈസ്ഡ് കിതാബ്, വളരെ ചെറിയ കിതാബാണ്. എന്റെ കയ്യിലെ കിതാബുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വളരെ കുറച്ചേ ഉള്ളൂ, ഉണ്ടാ അത്രേ ഉള്ളൂ ആ ഒരു കിതാബിന്റെ. അപ്പൊ ഇത് പഠി എന്താ പറയാ, ആ ഒരു കിതാബ് വളരെ ചെറുതാണ്, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പോർഷൻസും ആണ് ഇൻഷാ അള്ളാ. അപ്പൊ അതിന്റെ ആദ്യത്തെ ഭാഗം ആദ്യം നമ്മൾ ഇൽമും അദബും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കി. എന്താണ് ഇൽമ് പഠിക്കുന്നതിന് അദബ് എത്രമാത്രം എങ്ങനെ ഇമ്പോർട്ടന്റ് ആകുന്ന, അത് എങ്ങനെ നമ്മൾക്ക് മുന്നേയുള്ള സ്കോളേഴ്സ് എങ്ങനെയായിരുന്നു ഇൽമ് പഠിക്കുന്നതിന് മുന്നേ അദബ് പഠിച്ചിരുന്നത്, അവർ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അൽഹംദുലില്ലാ. എന്നിട്ട് നമ്മൾ ആദ്യത്തെ അല്ലെങ്കിൽ ഇൽമിന്റെ ബഹുമാനിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ആദ്യത്തെ വിഷയമാണ് ഇൽമിന്റെ പാത്രത്തെ അല്ലെങ്കിൽ ഇൽമ നമ്മൾ എടുക്കുന്ന നമ്മുടെ ഖൽബിനെ, നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കുക എന്നുള്ളത്. അപ്പൊ ഏകദേശം എല്ലാവരും ആ വിഷയത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നമ്മുടെ ഹൃദയത്തിലേക്കല്ലേ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന ഒരു കാര്യമില്ലേ? വെറുക്കുന്ന ഒരു വിഷയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ എങ്ങനെ അള്ളാന്റെ നൂറ് ഇതിലേക്ക് പ്രവേശിക്കും? ഒരിക്കലും അത് പ്രവേശിക്കില്ല. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഒരു മോശമായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് നല്ല ഭക്ഷണം എന്തായാലും വിളമ്പാൻ പറ്റൂല. അതുപോലാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് തെറ്റുകളും പാപക്കറകളും, അത് എന്തും ആയിക്കോട്ടെ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ തെറ്റല്ലേ അല്ലെ? ചെറിയ തെറ്റാണെങ്കിൽ ചെറിയൊരു കുത്ത് വീഴും. അത് ഡെയിലി ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് കുത്ത് 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 വീണ് ഫുള്ള് കറുത്തിരുണ്ട് പോകും നമ്മുടെ ഹൃദയം. അപ്പൊ അതുകൊണ്ട് അത്ര കറുത്തിരുണ്ട ഒരു ഹൃദയത്തിലേക്ക് ശരിക്കും ഇൽമ പ്രവേശിക്കില്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാ അഖ്വാത്തുകളും മാഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ പഠിക്കുന്ന ആളുകളാണ്. എന്തിനാ നിങ്ങൾ പഠിക്കുന്നത്? അള്ളാന്റെ കലാം മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവ് നേടാനും. അപ്പം ഓരോരുത്തരുടെയും ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കുക. എത്രമാത്രം എന്ന് വെച്ചാല് പരമാവധി നമുക്ക് കഴിവിന്റെ പരമാവധി നമുക്ക് നമ്മൾ ചെയ്തു വന്ന പാപങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന മോശമായ പ്രവർത്തികളിൽ നിന്നൊക്കെ നമുക്ക് ഗ്രാജുവലി പതുക്കെ പതുക്കെയെങ്കിലും അതിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാനായിട്ട് പറ്റണം ഇൻഷാ അള്ളാ. അപ്പൊ അതിന്റെ തെളിവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ നോക്കണം. ഇല്ല ഇന്നല്ലാഹ ലാ യൻദുറു, ഈ ഒരു ഹദീസ് ഇതിന് തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ രൂപത്തിലേക്കോ നമ്മളുടെ മാലിലേക്കോ ഒന്നും നോക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൽബിലേക്ക് മാത്രമാണ് നോക്കുന്നത് നമുക്ക് പറയാം. അതുപോലെ നേരത്തെ പറഞ്ഞ 2 ആയാത്തുകൾ നമുക്ക് തെളിവായിട്ട് പറയാം ഇൻഷാ അള്ളാ. അപ്പൊ ഇതൊക്കെ ഇൻഷാ അള്ളാ മനസ്സിലാക്കി വെക്കാനായിട്ട് പരമാവധി എല്ലാവരും പരിശ്രമിക്കണം. രണ്ടാമത്തെ ഇതിലേക്ക് വരാം. എന്താണ് രണ്ടാമത് ഷെയ്ഖ് അതിൽ പറയുന്നത്? അൽ ഇഖ്ലാസു, അല്ലെങ്കിൽ ഇഖ്ലാസു നിയ്യത്തി ഫീ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴും ഒരു ഇൽമ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൽമ പഠിക്കാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ എല്ലാ മുഅല്ലിമമാരും എല്ലാവരും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വിഷയമാണ്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രൈമറി ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇഖ്ലാസ്, അല്ലെങ്കിൽ നമ്മുടെ നിയ്യത്ത് ഇഖ്ലാസ് ഉള്ളതായിരിക്കുക. ഇല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. ഇല്ലേ? അള്ളാന്റെ മതം അല്ലെങ്കിൽ അള്ളാഹിനോടുള്ള കീഴ്വണക്കം നിഷ്കളങ്കരായിട്ടുള്ള അള്ളാന്റെ അടിമകളുണ്ട്. അവർ നിഷ്കളങ്കത അല്ലെങ്കിൽ നിയ്യത്ത് ഏറ്റവും നിഷ്കളങ്കമായിരിക്കുക എന്നുള്ളത് ഏതൊരു അമലിന്റെയും ഒരു അടിസ്ഥാനമാണ് അല്ലെ? ഏതൊരു അമലിന്റെയും നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ഈ ഒരു തലബുൽ ഇൽമ്, നമ്മൾ അറിവ് നേടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന അത്ര സമയം, നമ്മൾ പരിശ്രമിക്കാൻ എടുക്കുന്ന നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ സമയം, എല്ലാത്തിലും ഒരു ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ മാഷാഅല്ലാഹ് ഷെയ്ഖ് അതിൽ വളരെ വ്യക്തമായിട്ട് ഖൽബിനെ ആദ്യം ശുദ്ധീകരിക്കുന്നു. ഖൽബ് ശുദ്ധീകരിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഹൃദയം നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകും. നമ്മളെ ഹൃദയത്തിൽ ഒരു റിയാ ഇല്ലാത്ത അവസ്ഥ അല്ലെ? ഹൃദയ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് റിയാ ഒക്കെ നമ്മൾ മാറ്റുക. നമ്മളെ ഹൃദയത്തിൽ എന്നെ കുറച്ച് എനിക്ക് അറബി ഭാഷ അറിയുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് അറബിയൊക്കെ അറിയുന്ന, അല്ലെങ്കിൽ കുറച്ച് ജിസിസിലൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് അറബിയൊക്കെ സംസാരിച്ച് കുറച്ച് ആളാകണം അല്ലെ? നമ്മള് സൗദികളോടൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെയൊക്കെ ആളാവണം, അങ്ങനെയൊക്കെ വിചാരിച്ച് ചിലപ്പോൾ നമ്മളെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരും. പ്രത്യേകിച്ച് ഭാഷയൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് ആ ഭാഷയിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും നമ്മളെ മനസ്സിൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളൊരാളാകണം എന്നൊരു ചിന്ത എന്തായാലും അത് എത്ര ഈമാനുള്ള വ്യക്തിയാണെങ്കിലും മനസ്സിൽ വരും. അത് ഉറപ്പാണ്. അപ്പൊ ആ വരുന്ന മോശമായിട്ടുള്ള റിയാഇനെ നമ്മൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ടാകുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമുള്ള കാര്യമാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇൻഷാ അള്ളാ. അതുപോലെ നമുക്കറിയാം അൽ അഅ്മാലു ബിന്നിയ്യ, ഏതൊരു പ്രവർത്തനവും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണോ ഒരാൾ ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായിട്ടും അവന് കിട്ടും. അപ്പൊ നമുക്ക് മുന്നേയുള്ള സ്കോളേഴ്സ് എല്ലാവരും തന്നെ
നമുക്കറിയാം അവർക്കിപ്പോഴും അവരുടെ ഇൽമ് നമ്മൾ എടുക്കുന്നു, അവരിൽ നിന്ന് നമ്മൾ അറിവ് പഠിക്കുന്നു, അല്ലെ അവരെ കിതാബുകൾ ഇപ്പോഴും നമ്മൾ വായിക്കുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ ഇഖ്ലാസ് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയാണ് അവർ ഓരോ പ്രവർത്തനങ്ങളും, ഓരോ കാര്യങ്ങളും അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും വലിയ സ്ഥാനം ദീനിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇഖ്ലാസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അല്ലെ? അത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കിട്ടുള്ളൂ. നമ്മള് എപ്പളും ആഖിറത്തെ നമ്മൾ പ്രൈമറി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ദുനിയാവ് തന്നെ നമ്മളെ പുറകില് വരും. ഇതെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ത്വലബുൽ ഇൽമില് മാത്രമല്ല അഖ്വാത്തുക്കളെ, ഏതൊരു വിഷയത്തിലും ഞാൻ എപ്പളും ആ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് അത് കൂടുതൽ ജീവിതത്തിൽ നമ്മള് എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ്. നമ്മള് ദുനിയാവിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആഖിറം ലഭിക്കും എന്ന് വിചാരിച്ച ഒരിക്കലും എനിക്ക് തോന്നുന്നു ദുനിയാവും ആഖിറവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഏതൊരു വിഷയത്തിലും നമ്മളുടെ വസ്ത്രധാരണത്തിലാവട്ടെ, നമ്മളുടെ തലബുൽ ഇൽമിലാവട്ടെ, എല്ലാത്തിലും നമ്മള് ഒരു ഇമ്പോർട്ടൻസ് നമ്മളുടെ ആഖിറത്തിന് കൊടുത്താല്, ഖുർആന് കൊടുത്തു കഴിഞ്ഞാല് തീർച്ചയായിട്ടും തന്നെ നമ്മളെ പുറകെ നമ്മൾ വിചാരിക്കാത്തിടത്തോളം, വിചാരിക്കാത്ത ഭാഗത്ത് നിന്ന് ദുനിയാവ് നമ്മളെ സമീപിക്കുമത്രേ. തീർച്ചയായിട്ടും അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഏതൊരു പ്രവർത്തനത്തിനും ഇഖ്ലാസ് വളരെ കൃത്യമായി പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇവിടെ പറയുന്ന ഒരു വിഷയം ഷെയ്ഖ് ഇവിടെ പറയുന്നുണ്ട്. ഖാല അബൂബക്കർ അൽ മർറൂദി റഹിമഹുല്ലാഹ് സമിഅ്തു റജുലൻ യഖൂലു ലി അബി അബ്ദില്ലാ, അതായത് ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ഒരു വ്യക്തി സിദ്ഖിനെ കുറിച്ചും ഇഖ്ലാസിനെ കുറിച്ചും ചോദിക്കപ്പെട്ടു. അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് ബിഹാദ ഇർതഫഅൽ ഖൗം, അതായത് ഈ ഒരു വിഷയം കൊണ്ടാണ് നമുക്ക് മുന്നേ ഉള്ള സ്കോളേഴ്സ് എല്ലാം അവർക്ക് ഉയർന്നത്, അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനം അവർക്ക് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു ഇഖ്ലാസ് കൊണ്ടാണ്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നതും ഈ ഒരു ഇഖ്ലാസ് തന്നെയാണ്. നമ്മളെ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യാപകമായ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മള് പല പ്രവർത്തനങ്ങളും ചിലപ്പോഴൊക്കെ അല്ലെ, അപ്പം സ്റ്റേറ്റസുകളിലൂടെ ആവട്ടെ അല്ലാതെയൊക്കെ മറ്റുള്ളവരെ ആ ഒരു തരത്തിലൊരു ഇഖ്ലാസ് ഇല്ലായ്മ കടന്നു വരാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി ഈ ഒരു വിഷയത്തിൽ നമ്മൾ എപ്പോഴും ഒരു എന്താ പറയാ ഒരു ഒരു പുതുക്കൽ നമുക്ക് ഉണ്ടായിരിക്കണം. എപ്പോഴും ചെക്ക് ചെയ്യണം. നമ്മളുടെ ഓരോ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും നമ്മുടെ ഇഖ്ലാസിനെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ് ഒരുവന് ഇഖ്ലാസിലെ, അതായത് ഒരാൾക്ക് നിങ്ങളിത് വായിക്കാൻ പരിശ്രമിക്കണം കേട്ടോ. നിങ്ങൾക്കിത് വായിക്കാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ അറബി പഠിക്കുന്ന ആളുകളായതുകൊണ്ട് ഇൻഷാ അള്ളാ ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ വായിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതായത് ഒരാളുടെ ഇഖ്ലാസ് അനുസരിച്ചായിരിക്കും അത്ര എന്തുണ്ടാവുന്നത്, അവരുടെ ഇൽമ അവന് കിട്ടുക. ഇഖ്ലാസ് വളരെ കുറവാണെങ്കിൽ അവന് അതനുസരിച്ചിട്ടുള്ള ഇൽമേ കിട്ടുള്ളൂ. ഇപ്പൊ ചില ആളുകൾ പറയും എനിക്ക് പഠിക്കാൻ പ്രയാസമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, തീരെ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇഖ്ലാസിന്റെ കാര്യം കൂടി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി. ഹൃദയ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി നമ്മൾ പറഞ്ഞപ്പോ പറഞ്ഞു, ഹൃദയ ശുദ്ധീകരണം ഇല്ലാത്തതും ഒരുവന് പഠിക്കാൻ അല്ലെങ്കിൽ ഇൽമ എടുക്കാനുള്ള പ്രയാസം ഉണ്ടാക്കും. ഇല്ലേ? ഒരാളുടെ ഹൃദയം എന്താ പറയാ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയായിട്ടില്ലെങ്കിൽ അവൻ എന്തുണ്ടാകും, ഇൽമ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഒരാൾക്ക് ഇൽമ പഠിക്കാൻ ഒരു ഇഖ്ലാസ് ഇല്ല. ഒരു ആർക്കൊക്കെയോ വേണ്ടി ഇപ്പൊ നമ്മൾ കാണാറുണ്ട്. ചിലപ്പം കുട്ടികളൊക്കെ നമ്മൾ ചിലപ്പോൾ നിർബന്ധിച്ച് ചിലതൊക്കെ പഠിപ്പിച്ചാൽ അവരുടെ മനസ്സിലൊരു ഇഖ്ലാസ് ഉണ്ടാവൂല. ചിലപ്പോൾ നമ്മളെ പാരന്റ്സിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞായിരിക്കും അവര് പഠിക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിലും എന്തുണ്ടാവൂല, ഇൽമ ശരിക്കും എടുക്കാൻ കഴിയൂല. നമ്മൾ കുട്ടികളുടെ വിഷയത്തിലൊക്കെ പലപ്പോഴും അത് ഫേസ് ചെയ്യാറുണ്ട്. കുട്ടികളെയൊക്കെ നിർബന്ധിച്ച് നമ്മളിങ്ങനെ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടൊക്കെ ആക്കിയിട്ട് അവർ പഠിക്കാത്തൊരവസ്ഥ. അത് ഈ ഒരു ഇഖ്ലാസ് ഇല്ലായ്മയായിരിക്കാം ചിലപ്പോൾ അതിന്റെ ഒരു കാരണം. അപ്പൊ നമ്മുടെ വിഷയത്തിലെ പഠനം നമുക്ക് പ്രയാസമാവുന്നു, ചിലതൊക്കെ പഠിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ, ഇഖ്ലാസ് കുറവുണ്ടോ, നിയ്യത്ത് ശരിയാണോ എന്നൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കാം. ചിലപ്പോ അതും ഒരു കാരണമായേക്കാം നമുക്ക് ഇൽമ എടുക്കാനുള്ള പ്രയാസം, അല്ലെ? അതുപോലെ തന്നെ ഇഖ്ലാസ് ഒരു വ്യക്തിയുടെ ഒരു വിദ്യാർത്ഥിയുടെ നിയ്യത്തിൽ ഇഖ്ലാസ് ഉണ്ടോ അല്ലെങ്കിൽ അത് പൂർണ്ണമായോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് 4 കാര്യങ്ങളാണ് ഷേഖ് നമുക്ക് പറയുന്നത്. 4 കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നിയ്യത്തിൽ 4 വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ നിയ്യത്ത് അല്ലെങ്കിൽ ഏറ്റവും സത്യസന്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് റഫ്ഉൽ ജഹ്ലി അൻ നഫ്സിഹി, അതായത് ഒരാളുടെ സ്വന്തമായിട്ട് നമ്മൾ ഇൽമ പഠിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ഇൽമും ആയിക്കോട്ടെ, ഇപ്പം അറബി ഭാഷ ആയിക്കോട്ടെ, ഏതൊരു ഇൽമ നമ്മൾ പഠിക്കാനായിട്ട് വരുമ്പോൾ നമ്മളുടെ ഉള്ളിലത്തെ ഫസ്റ്റത്തെ ഒരു ഇന്റൻഷൻ എന്തായിരിക്കണം, ഈ ഒരു ഇൽമ പഠിക്കുന്നത് കൊണ്ട് എനിക്ക് എന്റെ തന്നെ അല്ലെ നമ്മളുടെ തന്നെ ജഹലത്തിനെ എനിക്ക് മാറ്റണം, അതിനെ തന്നെ എനിക്ക് ഒന്ന് പരിഹരിക്കണം, അല്ലെ? സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു നിയത്തായിരിക്കണം ആദ്യം നമ്മളെ മനസ്സിൽ വരണ്ടേ. അല്ലാണ്ട് ഇതിപ്പോ ഞാൻ പഠിച്ചു കുറെ ആളുകൾക്ക്
പഠിപ്പിച്ചു കൊടുത്ത് ഞാൻ വലിയ അങ്ങനെയല്ല. ആദ്യം എനിക്ക് അറബി ഭാഷ പഠിക്കണം. എനിക്ക് അറബി ഭാഷ ഇങ്ങനെ കാണുമ്പോൾ ഖുർആനില് അറബി ഭാഷ ഇങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഹദീസുകളിൽ കാണുമ്പോൾ എനിക്കിത് സ്വന്തമായിട്ട് അല്ലേ നമുക്ക് എപ്പോഴും ഇത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ആഗ്രഹം പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മള് ഖുർആന്റെ ആയത്തുകളൊക്കെ നല്ല വൈകാരികമായിട്ട് ആളുകളൊക്കെ ഓതുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നാറുണ്ടല്ലേ അവർക്ക് അവിടെ ആ ഒരു എത്തുമ്പോൾ അവർക്ക് കരയാൻ പറ്റുന്നെങ്കിൽ അവർക്ക് ആ ഭാഷയിൽ അത്രയും അറിവുണ്ടായത് കൊണ്ടാണല്ലോ അവർക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണല്ലോ. അപ്പൊ ആ ഒരു ചിന്ത ആദ്യം നമ്മളെ മനസ്സിലുണ്ടാവണം. എന്താ നമ്മളിത് മനസ്സിലാക്കിയിട്ട് എന്റെ ഉബൂദിയാത്തുകളിൽ, എന്റെ ഇബാദത്തുകളില്, എന്റെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളില് എന്താ നന്മ ഏത്, തിന്മ ഏത് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനും, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം എന്ന് കൃത്യമായി എനിക്ക് മനസ്സിലാക്കാനും ഒക്കെ അതായത് എന്റെ ജഹലത്ത് എനിക്ക് മാറ്റി കിട്ടാനായിരിക്കണം ഞാൻ ഈ ഇൽമ് പഠിക്കുന്നത് എന്ന ചിന്തയാണ് ഒരു വ്യക്തിക്ക് ആദ്യം ഉണ്ടാകേണ്ടത് അല്ലെ. രണ്ടാമത് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്തയാണ് എന്താ റഫ്ഉൽ ജഹലി അനിൽ ഖുലുഖ് അതായത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് അല്ലെ അത് നമ്മളെ ചുറ്റുമുള്ള മറ്റുള്ള മനുഷ്യർക്ക് മറ്റുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ അജ്ഞത മാറ്റി കൊടുക്കാനുള്ള തരത്തിലായിരിക്കണം ഞാൻ ഇൽമു പഠിക്കുന്നത് എന്നൊരു ചിന്ത അവർക്ക് താലീമിഹിം ഇർഷാദിഹിം ഇല്ലേ അവർക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കാനും അവർക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ ദീനിലും ദുനിയാവിലും ശരിയും തെറ്റും അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് കൂടിയായിരിക്കണം. ഇപ്പം ഒരാൾ വിചാരിക്കുകയാണ് ഞാനെല്ലാം പഠിച്ച് ശരിയാക്കി ഞാൻ കുറെ ഇബാദത്തും ചെയ്ത് കുറെ നമസ്കാരവും കുറെ ഖുർആൻ ഓതി ഇരിക്കാമെന്ന് ചിന്തിച്ചാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഇഖ്ലാസ് ഇല്ല. നമ്മളുടെ ഉള്ളിൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ത്വര കൂടി ഉണ്ടാവണം. അത് വളരെ വലിയ രീതിയിൽ വലിയ വലിയ ക്ലാസ്സുകൾ എടുത്തൊന്നും അല്ല ഒരാൾക്കെങ്കിലും നമുക്കിപ്പോ നമ്മുടെ കഴിവിനനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ സംസാരിക്കാനുള്ള ഒരു സ്റ്റേജ് ഫിയറും അല്ലെങ്കിൽ പബ്ലിക്കിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഇഷ്ടക്കുറവൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട് അതില്ലാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരൊന്നും വലിയ രീതിയിൽ ക്ലാസ്സസ് എടുക്കുന്ന രീതിയല്ല. നമ്മൾക്ക് പറ്റുന്നത് പോലെ നമുക്ക് പരിസരത്തുള്ള നമ്മളെ മക്കൾക്ക്, നമ്മളെ വീട്ടിലുള്ള ഉമ്മമാർക്ക് ല്ലേ, അങ്ങനെ നമ്മൾ പഠിച്ച ഇൽമ് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ മാത്രം അതുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയല്ല. അവർ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുത്തെങ്കിൽ അതിലൊരു ബറക്ക ഉണ്ടാവുള്ളൂ ല്ലേ. തീർച്ചയായിട്ടും ഇൽമിലുള്ള ഒരു ബറക്ക നമുക്ക് ഇനിയും ഇനിയും ഇൽമ് വേണമെങ്കിൽ ഇൽമിൽ ഒരു വർധനവ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ ഇൽമ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ കൂടി നമ്മൾ പരിശ്രമിക്കണം ല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ മൂന്നാമത്തെ വിഷയം ഇഹ്യാഉൽ ഇൽം. അതായത് അള്ളാന്റെ ദീന് ഈ ദുനിയാവില് നിലനിൽക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് ദീനിന്റെ വിഷയത്തിൽ ഒരുപാട് വ്യതിചലനങ്ങളും ഒരുപാട് വ്യത്യസ്തതകളും ഇല്ലേ ഏതാ ശരി ഏതാ തെറ്റ് അവര് പറയുന്നതാ ശരി ഇവര് പറയുന്നതാ തെറ്റില്ലേ ഭയങ്കര പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്. മാത്രല്ല ദീനിനെ വളരെ നമ്മള് പ്രത്യേകിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ മക്കളൊക്കെ വളരെ മോശമായ രീതിയിൽ തെറ്റിദ്ധരിക്കുകയും നിരീശ്വരവാദം പോലുള്ള വളരെ മോശമായിട്ടുള്ള അവസ്ഥകളിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ശരിക്കുള്ള ദീനിൽ എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് ഇട്ടേച്ചു പോയിട്ടുള്ള പൂർത്തീകരിച്ച് തന്നിട്ടുള്ള ആ ദീൻ ഇപ്പോഴും എന്താ ചെളിക്കുണ്ടിലെ ഒരു മുത്ത് പോലെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിലനിൽക്കും എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനമാണ്. അപ്പൊ ആ നിലനിൽക്കുന്ന ശരിക്കുള്ള ഒരു കൂടിക്കലർത്തലുകളോ ഒരു മാറ്റത്തിരുത്തലുകളോ ഇല്ലാത്ത ശരിക്കൊരു ദീനുണ്ട്. ആ ദീന് മനസ്സിലാക്കാനും അത് ഈ ലോകത്ത് നിലനിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. അക്കാദമിയുടെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ അതാണ്. കാരണം ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ശരിക്കുള്ള ദീൻ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന അതിയായ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മളിത് പ്രവർത്തിച്ചു പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മളെ മനസ്സിൽ ഉണ്ടാവണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. ഏറ്റവും അവസാനം ഇൽമ് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഇഖ്ലാസുള്ള നിയ്യത്തുള്ള നല്ല രീതിയിലുള്ള ഇൽമാണ് നമ്മൾ പഠിക്കുന്നതിനുള്ള ഏറ്റവും അവസാനത്തെ തെളിവ് എന്താണ്? നമ്മള് ഇൽമ കൊണ്ട് അമല് ചെയ്യണം. നമ്മള് എല്ലാം പഠിച്ചു കുറെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ആ ഇൽമ കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയുടെ നിയ്യത്തില് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തീരെ ഇഖ്ലാസ് ഇല്ലാന്ന് തന്നെ മനസ്സിലാക്കാം. ഒരുപാട് അവസ്ഥകൾ നമ്മളിങ്ങനെ കാണാറുണ്ട്. ഒരുപാട് ഇൽമുണ്ടല്ലേ പലരെയും നല്ല ഇൽമുള്ള വ്യക്തിയാണ് മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അവരുടെ അമലില് പലപ്പോഴും അത് വരത്തില്ല. അപ്പൊ ആ ഒരു അവസ്ഥ നമ്മൾക്കുണ്ടോ അല്ലെങ്കിൽ നമ്മളും അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്കൊന്ന് പുനർപരിശോധിക്കണം. തീർച്ചയായിട്ടും ഈ 4 വിഷയങ്ങൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഇഖ്ലാസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിൽ നമുക്കൊരു ഇഖ്ലാസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അള്ളാ. അപ്പൊ ഇത് നമ്മൾക്ക് എത്രത്തോളം ഈ 4 വിഷയങ്ങളും ഉണ്ടെന്ന് ഓരോരുത്തരും സ്വയം എന്ത് ചെയ്യുക ഒന്ന് വിചിന്തനം നടത്തുക. ഇല്ലാത്ത വിഷയങ്ങളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇല്ലേ. തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് പഠിക്കാം. നമ്മളെ ജഹലത്ത് മാറ്റാൻ വേണ്ടി പഠിക്കാം. മറ്റുള്ളവർക്ക് താലീം ചെയ്ത് കൊടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നമുക്ക് പഠിക്കാം. അതോടൊപ്പം ഈ ദീൻ നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പഠിക്കാം. ഈ ദീൻ ഞാൻ പഠിച്ച കാര്യങ്ങള് അമലിൽ കൊണ്ടുവരുമെന്ന ഉറച്ച ഒരു നിയ്യത്തോടു കൂടി നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് സുബ്ഹാനഹു വ തആല അത് ഏറ്റവും നന്നായി പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അതുപോലെ തന്നെ
നമുക്ക് മുന്നേയുള്ള സ്കോളേഴ്സ് അവരൊക്കെ ഭയങ്കരമായിട്ട് ഭയപ്പെട്ട ഒരു വിഷയമായിരുന്നു. അവരുടെ അവരുടെ നിയ്യത്തില് ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അവര് ഭയപ്പെടുകയും, അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവര് പരമാവധി പരിശ്രമിക്കുകയും ചെയ്യായിരുന്നു. അതുപോലെ ഇമാം അഹ്മദ് ഇബ്ൻ ഹംബലിനോട് ഒരു 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 വ്യക്തി ചോദിക്കുകയാണ്, "ഹൽ തലബ്തുൽ ഇൽമ ലില്ലാ?" അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇൽമ പഠിക്കുന്നതെന്നൊരു ചോദ്യം ചോദിച്ചപ്പോ, ഇമാം അഹ്മദ് ഇബ്ൻ ഹംബൽ അദ്ദേഹത്തിന്റെ ആ ഒരു സൂക്ഷ്മതയുടെ പുറത്ത് അദ്ദേഹം പറയാണ്, "ലില്ലാഹി അസീസ്." അതായത് അള്ളാഹിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അത് ഈ 4 വിഷയങ്ങൾ ഒത്തു വരണം. പിന്നെ മാത്രമല്ല അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ നമ്മളുടെ ഇഖ്ലാസ് എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ പറ്റുള്ളൂ ല്ലേ. അത് തീർച്ചയായിട്ടും അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ടും ആണ് ഞാൻ പഠിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള സ്നേഹം, ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇൽമ് തലബ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതിന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ഇഖ്ലാസ്, അദ്ദേഹത്തിന്റെ ആ ഒരു ഭയം ഇല്ലേ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അദ്ദേഹത്തിന്റെ ആ ഒരു തഖ്വ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ വമൻ ളയ്യ അൽ ഇഖ്ലാസ്, അതാരെങ്കിലും ഇഖ്ലാസ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാല് ഫാത്തഹു ഇൽമുൻ കസീർ, അവര് ഒരുപാട് ഇൽമ നഷ്ടപ്പെടുത്തിയെന്നാണ്. അത് ഒരുപാട് ഖൈറുകൾ അവര് നഷ്ടപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇഖ്ലാസ് എന്നുള്ളത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇഖ്ലാസ് ഇല്ലാണ്ട് നമ്മള് പഠിച്ചാലുള്ളൊരു വളരെ നമുക്ക് ഭയപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ്. ആദ്യമായിട്ട് നരകത്തിലേക്ക് പറഞ്ഞയക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ എടുത്തെറിയുന്ന വ്യക്തിയും ഈ പറഞ്ഞ പോലെ ഇൽമ ഒരുപാട് നേടി, പക്ഷെ ഇഖ്ലാസ് ഇല്ലാണ്ട് റിയാവോടുകൂടി ഇൽമ നേടിയ വ്യക്തികളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഇൽമ നേടുന്ന ഒരു വിദ്യാർത്ഥി ഇൽമിനോടുള്ള ഒരു താലീം, ആ ഒരു ബഹുമാനം, ഒരു ആദരവ് ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ നമ്മൾ കൊണ്ടുവരണം. ഞാൻ ഇൽമ നേടുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മളുടെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൽമിന്റെ വിഷയത്തിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ എല്ലാ ഉമൂറിലും, നമ്മളുടെ എല്ലാ നമ്മളുടെ രഹസ്യത്തിലും പരസ്യത്തിലും ഒക്കെ എല്ലാ വിഷയത്തിലും നമുക്ക് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇഖ്ലാസിനെ ഉറപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മുആലജത്തിൻ നിയ്യ. അതായത് നിയ്യത്തിനെ നമ്മൾ പുതുക്കുക എന്നുള്ളത്. ഇപ്പൊ ഈവൻ നമ്മളിപ്പോ ഈ ഇരിക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മൾ നമ്മുടെ നിയ്യത്തിനെ, ഞാൻ ഉൾപ്പെടെ നമ്മൾ നിയ്യത്തിനെ പരിശോധിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അല്ലെ? എല്ലാം ഒതുക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന ഒരു നിയ്യത്ത് എപ്പോഴും എപ്പോഴും ഓരോ സമയത്തും ഓരോ ക്ലാസ്സിലേക്ക് വരുമ്പോഴും, അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മൾ ദുആ ചൊല്ലണം, പറ്റുകയാണെങ്കിൽ നിങ്ങൾ സൂറ ഫാത്തിഹ ഓതണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നിയ്യത്തിനെ പുതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇല്ലേ? അപ്പൊ അതുപോലെ തന്നെ ആ ഒരു നിയ്യത്തിനെ പുതുക്കുന്ന വിഷയത്തില് നമുക്ക് മുന്നിലുള്ള സ്കോളേഴ്സ് പറഞ്ഞൊരു കാര്യം കൂടി, 2 വിഷയങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് സുഫിയാൻ സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതാണ്, മാ ആലജ്തു ഷൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി. അതായത് ഞാൻ മറ്റൊന്നും എന്താ പറയാ പുതുക്കാൻ വേണ്ടി ഇത്ര പ്രയാസപ്പെട്ടിട്ടില്ല എന്റെ നിയ്യത്തിനെക്കാളും. അതായത് എന്റെ നിയ്യത്ത് പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നത്. ലിഅന്നഹാ തതഖല്ലബു അലൈഹി. കാരണം അത് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം അത് അവരൊക്കെ എത്ര വലിയ ആൾക്കാരായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തൊന്നും ജീവിച്ച ആളുകളല്ല. അവർക്ക് അവരുടെ കാലഘട്ടത്തിലൊക്കെ അവര് ദീനിന് വേണ്ടി ഇൽമിന് വേണ്ടി ജീവിച്ച ആളുകളാണ്. അവർക്ക് പോലും ഈവൻ അന്നത്തെ കാലഘട്ടത്തിൽ ഫോണോ ഇപ്പോഴത്തെ പോലത്തെ ഒരു എന്താ പറയാ ഫിത്നകളും അധികം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് പോലും അവരുടെ നിയ്യത്തിനെ അവരെപ്പോഴും പരിശോധിക്കുമായിരുന്നു. അതിനുവേണ്ടി അവര് ഭയങ്കര കഷ്ടപ്പെടുമായിരുന്നു. കാരണം നിയ്യത്ത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമ്പോ അവര് വീണ്ടും വീണ്ടും പുതുക്കും. അപ്പൊ നമ്മളുടെയൊക്കെ ഒരു അവസ്ഥ പറയേണ്ടതില്ലല്ലോ. അവര് തന്നെ അത്രയും പ്രയാസപ്പെട്ടെങ്കിൽ നമ്മള് ആ വിഷയത്തിൽ എത്രമാത്രം അശ്രദ്ധരാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അതുപോലെ തന്നെ സുലൈമാനുൽ ഹാഷിമി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞൊരു സംഭവം കൂടി നമുക്ക് ഒന്ന് ഓർമ്മിക്കുക. അതായത് അദ്ദേഹം ഒരു ഹദീസ് റുബ്ബമ ഉഹദ്ദിസു ബിഹദീസിൻ വാഹിദിൻ വലിനിയ്യ. അതായത് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വിദ്യാർത്ഥിക്ക് എന്തും ഹദീസ് ഇങ്ങനെ വായിച്ചു കൊടുക്കും. അവർക്ക് പറഞ്ഞു കൊടുക്കും അത്രേ. ഒരു ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ലൊരു നിയ്യത്ത് ഉണ്ടാകും. ഫഇദാ അതൈതു അലാ ബഅദിഹി തഗയ്യറത് നിയ്യ. അങ്ങനെ രണ്ടാമത് ഒരാള് വരുമ്പോഴത്തേക്കും വീണ്ടും അദ്ദേഹത്തിന്, അതായത് ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കാൻ തന്നെ അദ്ദേഹം പ്രയാസപ്പെട്ടിരുന്നു നിയ്യത്തിന്റെ വിഷയത്തില്. സുബ്ഹാനല്ലാഹ്. അതായത് അവര് ഓരോ ഹദീസ് പറയുമ്പോഴും അവരുടെ നിയ്യത്ത് അവരിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്രയെന്നാണ്. അതായത് അവര് യഹ്താജു ഇലാ നിയ്യാത്തിൻ, അതായത് ഓരോ ഹദീസിനും നിയ്യത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും അവർക്ക് വേണ്ടി വന്നിരുന്നു പറഞ്ഞു കൊടുക്കുമ്പോ. സുബ്ഹാനല്ലാഹ്. അവരുടെ ആ ഒരു മാഷാഅല്ലാഹ് അവരുടെ ഒരു ഇഖ്ലാസ് നോക്കണം. അവരുടെ പരിശ്രമം, നിയ്യത്ത് പുതുക്കാൻ വേണ്ടി അവർ എത്രമാത്രം പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ഓരോ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോഴും അവര് നിയ്യത്തിനെ പുതുക്കാൻ വേണ്ടി അവര് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് അവർ വീണ്ടും നിയ്യത്ത് പുതുക്കും അങ്ങനെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ല നിയ്യത്തോടു കൂടി, ഇപ്പം അറബി ഭാഷയുടെ വിഷയം എടുക്കുവാണെങ്കിൽ നമുക്കറിയാം, നമ്മൾക്ക്
ഖുർആൻ പഠിക്കണം എന്ന നിയ്യത്തായിരിക്കണം. ആരുടെ മനസ്സിലും ഒരു ഭാഷ പഠിച്ച് വലിയ ആളാവാ എന്നുള്ളതല്ല. മാത്രല്ല നമ്മള് ഭാഷ പഠിച്ച് ഇൻഷാ അള്ളാ ഭാഷ ഒരുവിധം നിങ്ങള് ഒരുവിധം ഒരു നല്ല തരത്തില് പഠിച്ച് കഴിഞ്ഞാൽ തന്നെ ഇൻഷാ അള്ളാ നിങ്ങൾ ദീനിയായിട്ടുള്ള ഉസൂലുകള് പഠിക്കാനായിട്ട് മുന്നോട്ട് വരണം. ഭാഷയിൽ തന്നെ ഒരുപാട് സ്റ്റിക്ക് ചെയ്ത് നിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ഭാഷയിൽ തന്നെ നമ്മൾ ഒരുപാട് പഠിച്ച് ചില ആളുകൾക്ക് അതിലിങ്ങനെ പഠിച്ച് ഭയങ്കര അവസ്ഥയിൽ പോകുന്നത് ഒരിക്കലും ശരിയാത്ത അത്ര പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ഞാനത് സാന്ദർഭികമായി പറയുന്നതേ ഉള്ളൂ. ഭാഷ പഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങൾ കൂടി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയാനാണ്. ഇപ്പം ഭാഷ പഠിക്കുന്നു അല്ലെങ്കിൽ ഹലാവത്തുൽ അറബിയ മാഷാഅള്ളാ അത്യാവശ്യം നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നല്ല ഒരുപാട് സമയമെടുത്ത് നിങ്ങൾ പഠിക്കുന്ന ഒരു കോഴ്സാണ്. എങ്കിൽ പോലും മറ്റ് നമ്മളുടെ ഒരു ദൈനംദിന നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഉസൂലുകളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഇബാദത്തുകൾ ഉണ്ടല്ലോ. ഇപ്പം നമസ്കാരം, പ്രത്യേകിച്ച് നമ്മുടെ ഖുർആന്റെ മാസം വരെയാണ്. അൽഹംദുലില്ലാഹ് പരിശുദ്ധ ഖുർആൻ ഒരുപാട് ധാരാളം പാരായണം ചെയ്യേണ്ട, ധാരാളം നമസ്കരിക്കേണ്ട, ഒരുപാട് ഇബാദകൾ ചെയ്യേണ്ട ഒരു മാസം വരാണ്. അപ്പൊ ആ ഒരു മാസങ്ങളിലൊക്കെ ഇബാദത്തുകൾക്ക് കൂടി നമ്മൾ ഫോക്കസ് ചെയ്യണം. അവിടെ നമ്മളുടെ തെറ്റും ശരിയും നമ്മൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഖുർആൻ ഓതണം, എങ്ങനെ നമസ്കരിക്കണം, അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി നമ്മൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും ശരിയായ നിലക്ക് റബ്ബിന്റെ കലാം, റബ്ബിന്റെ വചനങ്ങൾ, റബ്ബിന്റെ ദീൻ പഠിക്കാനുള്ള അവസരവും അതിനുള്ള ആഗ്രഹവും അതിനുള്ള കഴിവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇത്ര വിഷയങ്ങൾ ഈ ഒരു നിയ്യത്തിന്റെ വിഷയത്തിൽ ആ ഒരു കിതാബിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇൻഷാ അള്ളാ ഒരുപാട് വിഷയങ്ങൾ നിയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. ഇപ്പൊ നിലവിൽ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ മനസ്സിലാക്കുക. നമ്മളുടെ നിയ്യത്തിലെ 4 കാര്യങ്ങൾ നമ്മൾ ഇൽമ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ 4 ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മൾ പുനർപരിശോധിക്കുക. ഇൻഷാ അല്ലാഹ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ഖൈർ നൽകട്ടെ. ആമീൻ.